ഈ വിഷയത്തിനകത്ത് ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് വാശി പിടിക്കില്ല കേട്ടോ. ദൈവത്തിന് നിൻ്റെ വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. ദൈവം ദൈവം എങ്ങനെ ചെയ്യുന്നോ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ള ഒറ്റ ദൗത്യമുള്ളൂ നമുക്കുള്ളത്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത നന്മകളും അനുഗ്രഹങ്ങളുമായിട്ട് ആ വിടുതൽ മാറും. ഇനി ഞാൻ പറയാൻ പോകുന്ന നയമാൻ ക്രുദ്ധിച്ചുകൊണ്ട് എലീശയുടെ മുമ്പിൽ നിന്ന് പോയതും അവൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ളവർ ഭൃത്യന്മാർ അവനോട് പറഞ്ഞ കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 10 മുതൽ വാക്യം. എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്ത് നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന് മീതെ ആട്ടി, ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ദമേശേക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയെ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. എന്നാൽ അവൻ്റെ ഭൃത്യന്മാരെടുത്ത് വന്നവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നെങ്കിൽ നീ ചെയ്യാതിരിക്കുവോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകാൻ എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികമെന്ന് പറഞ്ഞു. സ്തോത്രം! എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ബൈബിൾ ഭാഗമല്ലേ ഈ തിരുവചനത്തിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ച് നമ്മുടേതാക്കി മാറ്റണം. ഇതിനകത്തുനിന്ന് നമ്മുടേതാക്കി മാറ്റാനായിട്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ പറയാം. 1, VIPസിൻ്റെ മുമ്പിലൊന്നും നമ്മൾ ആവശ്യമില്ലാതെ പരിഞ്ഞരുത്. ഇവിടെ എലീശ പോയില്ല. ആരാ വന്നേ? ആരാം രാജാവിൻ്റെ സേനാധിപതിയാ. പ്രധാനമന്ത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചീഫ് കമാൻഡാ. മനസ്സിലായോ? ആ മനുഷ്യൻ ഈ പ്രവാചകൻ്റെ വീട്ടിൽ വന്നേക്കുക. ഇപ്പം എലീശയുടെ ചിന്ത എന്തായിരിക്കും എന്നറിയാം. നീ ചിലപ്പോൾ വലിയ ആരാം സൈന്യത്തിൻ്റെ സേനാധിപതിയൊക്കെ ആയിരിക്കും, പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സേനാധിപതി എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ നിന്നെ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. ആളയച്ചു. ഉണ്ടോ? എലീശ പറഞ്ഞ ദൂതുമായിട്ട് വേറൊരു പ്രവാചക ശിഷ്യനാ വന്ന്. അവൻ വന്ന് പറയുന്നത് എന്തുവാ? എലീശ പറഞ്ഞു, പോയി യോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കാൻ. അയ്യോ, ദൂത് അതുപോലെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നയമാൻ്റെ സമീപനം നമ്മുടെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയുന്നത് എന്തുവാ? ഹല്ലേലൂയ! ഇങ്ങനെ ചെയ്യും എന്ന് കണക്ക് കൂട്ടിയാണ് നയമാൻ വന്നത്. നമ്മുടെ കണക്കൂട്ടിലൊന്നും ദൈവത്തിന് മുമ്പിൽ വില പോകത്തില്ല കേട്ടോ. ചില വിഷയത്തിന് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം എന്ത് നിന്നോട് പറഞ്ഞാലും ദൈവം എന്ത് നിന്നോട് ചെയ്താലും അത് നിൻ്റെ നന്മയ്ക്കാണെന്ന് ദൈവപൈതലേ നാം മനസ്സിലാക്കണം. നമ്മുടെ നന്മയ്ക്കല്ലാതെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. തിന്മയ്ക്കായിട്ടൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായിട്ടൊന്നും ഭവിക്കത്തില്ല. തിന്മയ്ക്കായിട്ട് ചെയ്തതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ! നോക്കി ആ ഭാഗം നിങ്ങൾ നോക്കിയേ. ക്രുദ്ധിച്ചു എന്നുവെച്ചാൽ ഇങ്ങനെയാണോ എന്നോട് പറഞ്ഞേ? ഇങ്ങനെയാണോ എൻ്റെ അടുത്ത് വന്ന് ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് ആ കുഷ്ഠരോഗമുള്ളിടത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ ടച്ച് എന്ന് പറഞ്ഞ് ആ ദൈവശക്തി വ്യാപരിച്ച് അങ്ങനെയൊക്കെ അല്ലോ. അതങ്ങനെ അവന് ആ ചിന്ത കിട്ടാൻ കാരണം എന്തുവാ? ഞാൻ ചിന്തിക്കുന്ന ആ ഇസ്രായേലിലെ പെൺകുട്ടി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ എന്ത് ചെയ്ത് കാണും, പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ, ആരുടെയെങ്കിലുമൊക്കെ സാക്ഷ്യങ്ങൾ പറയാതെ ആ നയമാൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും വിശ്വാസമൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞായിരിക്കും വിട്ടത്. ജീസസ് എല്ലാവർക്കും ചെയ്യുന്ന പോലെ അല്ല ദൈവം എന്നെ വേണ്ടി ചെയ്യുന്നത് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള, വിശ്വസിക്കാമോ? വെറൈറ്റി ആയിട്ടുള്ളത്, നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് വെറൈറ്റി ആയിട്ടുള്ളത്, ദൈവനാമം മഹത്വപ്പെടുന്ന രീതിയിലേക്കുള്ളത്. ഈ ഭൂമിയിലെ അവസാനത്തെ ശ്വാസം നഷ്ടപ്പെട്ട് നീ പോകുന്നത് വരെ നിനക്ക് തല ഉയർത്തി പിടിച്ച് അഭിമാനിക്കാനുള്ളൊരു സാക്ഷ്യമായി തീരത്തക്ക വിധത്തിലുള്ളത് കർത്താവ് ചെയ്തു തരും. വളരെ ഹൃദ്യമായിട്ടല്ലേ കർത്താവ് സംസാരിച്ചേ? ഞാൻ ആ ഭൃത്യന്മാരുടെ കാര്യം പറഞ്ഞില്ല, അതോടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വാക്ക് കേട്ട ആൾക്കാർ ആരാ? അവൻ്റെ ഭൃത്യന്മാർ വിളിക്കുന്ന പേര് കേട്ടോ, പിതാവേ. ഞങ്ങൾക്കൊരപ്പനുണ്ട്, അത് നയമാനെ അവിടുന്നാ. പിതാവേ. ആ പ്രവാചകൻ
നിന്നോട് വലിയ കാര്യം പറഞ്ഞായിരുന്നെങ്കിൽ ഇനി ചെയ്യാതിരിക്കുമോ? വലിയ കാര്യം പറഞ്ഞാൽ നീ ചെയ്യാതിരിക്കുമോ? ചെറിയൊരു കാര്യമല്ലേ ഇപ്പോൾ പറഞ്ഞേക്കുന്നത്, അങ്ങനെ ചെയ്യേ, കൂളായി. നമ്മളങ്ങനെ ആയിരിക്കണം കേട്ടോ. എരുതിയിൽ എണ്ണ ഒഴിച്ചാൽ ആളി കത്തും. റൈസായി നിൽക്കുന്ന ഒരാളടുത്ത് നിന്ന് കുറച്ചുകൂടെ റൈസാകുന്ന വാക്കുകൾ പറഞ്ഞാൽ അവർ മുറ കയറും. പക്ഷെ അവിടെ ഒന്ന് കൂളാക്കുന്ന ആ ഒരു ശുശ്രൂഷ അധികം നിങ്ങളെ ഏൽപ്പിച്ചേക്കുന്നത് കേട്ടോ. സമാധാനത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അനേകരെ തണുപ്പിക്കുന്ന ഹൃദയമുള്ളവൻ. ഒനേസിമോസിൻ്റെ വിഷയത്തിലെ ഫിലേമോനോട് പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നിട്ട് ലേഖനം എഴുതുക, സഹോദര, ക്രിസ്തുവിൽ നിന്നിന്ന് എനിക്കൊരു അനുഭവം വേണം. നീ അനേക വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചവനാ. ഈ ഒനേസിമോസ് എന്ന് പറയുന്നത് ഫിലേമോൻ്റെ അടിമയായിരുന്നു. ഈ അടിമയായ ഫിലേമോന് എന്തോ മോഷണം ചെയ്തങ്ങ് പോയി, അവൻ്റെ വീട്ടിൽ നിന്ന് പോയി. അവസാനം പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറഞ്ഞിട്ട് ജയിലിലായി ഒനേസിമോസ്. ജയിലിലായപ്പം പൗലോസുമായിട്ട് കണക്ഷനായി. പൗലോസ് എന്തുവാ, ഒരാളെ കണ്ട സുവിശേഷം പറഞ്ഞ അവരെ വിശ്വാസത്തിൽ കൊണ്ടുവരും. ഒനേസിമോസ് അങ്ങനെ കർത്താവിൽ ജനിച്ച് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് അറിയുന്നത് ഫിലേമോൻ്റെ അടിമയാണെന്ന്. അവിടെ നിന്ന് എഴുതുക, മോനെ, ഇവൻ നിനക്ക് മുമ്പേ പ്രയോജനമില്ലാത്തതിനായിരുന്നു, ഇപ്പോൾ നിനക്ക് മാത്രമല്ല എനിക്കും ഇപ്പം പ്രയോജനമാണ്. അതുകൊണ്ട് എനിക്ക് നിന്നൊരു അനുഭവം വേണം. ഇവ വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിക്കുന്നവനാണ്. ഇതിനെ നീ സ്വന്തം സഹോദരനെ പോലെ കൈക്കൊള്ളണം. അതാ ഫിലേമോൻ്റെ ലേഖനം. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഹൃദയങ്ങളൊക്കെ നിലകളിലൊക്കെ വേദനകൾ ചിലപ്പോൾ ചില എന്താ പറയുക, ഒറ്റ നിമിഷത്തെ ആ ബലഹീനതയിലൊക്കെ സംഭവിച്ചതായിരിക്കാം. അതും പേര് ജീവിതകാലം മുഴുവനൊന്നും നിങ്ങൾ ആ വിഷയത്തിനകത്ത് കുടുങ്ങിക്കിടക്കല്ലേ. ക്ഷമിക്കേണ്ട വ്യക്തികളോട് ക്ഷമിക്കണം. ഒറ്റ ജീവിതമേ ഉള്ളൂ. എപ്പോഴാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നതെന്ന് അറിയത്തില്ല. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കണം, പൊറുക്കേണ്ടവരോട് പൊറുക്കണം. അവരെന്താ വിചാരിക്കുന്നതെന്നുള്ളതല്ല. നിന്നോട് ദൈവം ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കാൻ ചെയ്തോണോ? കാരണം ആ വ്യക്തിയുമായിട്ടുള്ള ബോണ്ടേജസ് നിന്നിൽ നിന്ന് വിട്ടുമാറണം. അത് ചിലപ്പോൾ കയ്പിലേക്ക് നയിച്ച് എന്തെങ്കിലുമൊക്കെ വേര് മുളച്ച് അത് ഭയങ്കര വിഷയത്തിലോട്ടൊക്കെ പോകും. ക്ലിയർ ആകണം. ഇവിടുന്ന് പോകുമ്പോൾ പറയണം, അപ്പം എനിക്ക് ആരുമായിട്ടൊരു ഒന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയായി ഭയങ്കര വിഷയമായിട്ടത് ഭയങ്കര രീതി ശിഥിലമാകുന്ന രീതിയിലേക്ക് പോകരുത്. ബന്ധങ്ങൾ ശിഥിലമാകുന്ന രീതിയിലേക്ക് പോകരുത്. മുറിവേൽപ്പിച്ച് കയ്പിച്ച് അദ്ദേഹത്തിനൊരു വേദനപ്പെടുത്തി ഒരിക്കലും താങ്ങാനാകാത്ത ആഘാതം വരുത്തി പോകുന്ന ഒരു രീതിയിലൊക്കെ പോകരുത്. ഞാൻ ആരോടെങ്കിലും ക്ലിയർ ആകാനുണ്ടോ എന്ന് ചിന്തിച്ച് ഒരു അരിപ്പ അരിച്ച് ഒന്ന് ക്ലിയറായിട്ട് വരുന്നതിനകത്ത കാര്യം ദൈവം സംസാരിക്കും, ദൈവം ഇടപെടും. കണ്ണടയ്ക്കുക, പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, വളരെ ആഴമായിട്ട് ഹൃദയമായിട്ടും ഞങ്ങളോട് സംസാരിച്ചു. നിങ്ങളുടെ ശബ്ദത്തിന് മുമ്പിൽ ഞങ്ങൾ ആമേൻ പറയുക. എത്ര ഹൃദയമായിട്ട് ഈ പടിയനിയമത്തിൽ ഈ ഭാഗം ഞങ്ങളുടെ ലൈഫുമായിട്ട് കോർത്തിണക്കി സംസാരിച്ചേ. നന്ദി അപ്പാ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടും ഒന്ന് സംസാരിച്ചല്ലോ. അവരുടെ ജീവിതത്തിനകത്ത് ഭയങ്കര വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാകട്ടെ, ഭയങ്കര മാറ്റങ്ങളുണ്ടാകട്ടെ. കൃപ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.